ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കേന്ദ്ര നയവും ജനകീയ ബദലും എന്ന വിഷയത്തിൽ ഗുരുവായൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. കേരള ലോട്ടറി എന്നത് 1.5 ലക്ഷം ആളുകൾക്ക് വേണ്ടി ജീവിക്കാനുള്ള സംവിധാനമാണെന്നും ആ സംവിധാനത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാർ പ്രതിസന്ധികൾ സൃഷ്ടിക്കാനായി ബോധപൂർവം ശ്രമിക്കുമ്പോൾ അവയെ മറികടന്ന് കേരളത്തിന് മുന്നേറാൻ കഴിഞ്ഞെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോട്ടറിയുടെ കാര്യത്തിനകത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ വ്യക്തമായ ഒരു ലോട്ടറി സംവിധാനമില്ല. ഇപ്പോഴും നമ്മൾ പേപ്പർ ലോട്ടറി ഓൺലൈൻ ലോട്ടറി വേണമെന്ന് വലിയ ആവശ്യമില്ല. ഓൺലൈൻ ലോട്ടറി ആണെങ്കിൽ ഏജന്റുമാരൊന്നും വേണോ? ഓൺലൈൻ ലോട്ടറി വിൽക്കാനാണെങ്കിൽ മറ്റു പല സംസ്ഥാനങ്ങളിൽ അവിടെ ഏജൻസി ഒന്നും ഇല്ലല്ലോ ഇങ്ങനെ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ കാര്യമാണ് കേരള ലോട്ടറിയുടെ കാര്യം. 1.5 ലക്ഷം ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനം ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും കേരളം എന്നുള്ളതാണ്. സ്വാഗത സംഘം ചെയർമാൻ NK അക്ബർ MLA അധ്യക്ഷനായി. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ്, ലോട്ടറി ഏജൻസി യൂണിയൻ AITUC സംസ്ഥാന പ്രസിഡന്റ് ബാബു കടമക്കുടി, KTUCM സംസ്ഥാന പ്രസിഡന്റ് ജോർജ് കോട്ടൂർ എന്നിവർ വിഷയത്തെ അധികരിച്ച് സംസാരിച്ചു. CITU സംസ്ഥാന സെക്രട്ടറിമാരായ TB സുബൈർ, PR ജയപ്രകാശ്, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ്, ഫെഡറേഷൻ ഭാരവാഹികളായ MK ബാലകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് PK പുഷ്പാകരൻ, ജനറൽ കൺവീനർ TB ദയാനന്ദൻ, PP അനിരുദ്ധൻ എന്നിവർ സംസാരിച്ചു.